ഹായ് നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 1 അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഈ മന്ത് എങ്ങനെയായിരിക്കും, റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ ഈ ഒരു മന്ത് റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, എൻ്റെ ചാനൽ ആർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. എല്ലാവരും പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അത് പേഴ്സണൽ റീഡിങ് പേയ്മെൻ്റ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് കാർഡ് നോക്കാം. അമ്പലത്തിൽ സപ്താഹമാണ്, അതാണ് ഞാൻ വായന കേൾക്കുന്നത്. ബോട്ടം വന്നേക്കുന്നത് 3 of Cupsൻ്റെ എനർജിയാണ്. ബോട്ടം തന്നെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് കാണിക്കുന്നത്. നമുക്ക് ബാക്കി കാർഡ്സ് നോക്കിയിട്ട് ഞാൻ പറയാം എന്തൊക്കെയാണ്. മൂൺ കാർഡാണ്, 5 of Cups ഉണ്ട്, 9 of Wands, King of Cups, Chariot, the Devil energy വന്നിട്ടുണ്ട്, Queen of Swords, 9 of Swords, Star വന്നിട്ടുണ്ട്, Page of Cups, 2 of Pentacles, King of Swords. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കാർഡ്സ് എല്ലാം കണ്ടല്ലോ എല്ലാവരും. നമ്മൾ ബോട്ടം വന്നേക്ക് തന്നെ 3 of Cupsൻ്റെ എനർജിയാണ്. അപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ വന്നേക്കുന്നത് മൂൺ കാർഡാണ്. മൂൺ കാർഡിൻ്റെ കൂടെ തന്നെ 5 of Cups വന്നിട്ടുണ്ട്. അപ്പം അവർ ആ നഷ്ടബോധത്തിലിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഭയങ്കര വിഷമമാണ് അവർക്ക് ഒട്ടും ഇമോഷണലി ബാലൻസ് ചെയ്യാൻ പറ്റില്ല. അത്രമാത്രം അവർ തകർന്നിരിക്കുന്നൊരു നിമിഷമായിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു മാസം, ഓഗസ്റ്റ് മാസം അവർക്ക് നിങ്ങളെ നഷ്ടപ്പെട്ട ഒരു വിഷമത്തിൽ ഇരിക്കുന്നതായിട്ട് 5 of Cups വന്നിട്ടുണ്ട്. നിങ്ങളെ നഷ്ടപ്പെട്ട വിഷമത്തിൽ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ നഷ്ടം അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അവർക്ക് വേറൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു എനർജി അവിടെ കാണിക്കുന്നത്. പിന്നെ 9 of Wandsൻ്റെ എനർജി വന്നിട്ടുണ്ട്. അവർ വെയിറ്റ് ഇരിക്കുന്നതായിട്ടാണ് 9 of Wands വന്നിരിക്കുന്നത്. അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങളിലേക്ക് എത്താൻ എന്താണ് ഇനി ചെയ്യേണ്ടതെന്നല്ല ആലോചിച്ച്, എങ്ങനെയാണ് മുമ്പോട്ട് ഇനി പോകേണ്ടതെന്ന് ആലോചിച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. പിന്നെ King of Cups വന്നിട്ടുണ്ട്. നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴേ അവർക്ക് സ്നേഹവും സന്തോഷവും മാത്രമേ ഉള്ളൂ. അത്ര നല്ല ഓർമ്മകളിലാണ് നിങ്ങളുടെ കാര്യത്തിരിക്കുന്നത്. പക്ഷേ തേർഡ് പാർട്ടി ഇതാ ചാരിയറ്റ് വന്നിട്ടുണ്ട്. അതിനകത്തും തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ഡബിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസിൽ എന്തോ ഒരു ബ്ലാക്ക് മാജിക്കോ എന്തോ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളുടെ സെപ്പറേഷന് കാരണമായിട്ടുണ്ട്. ചാരിയറ്റ് വന്നേക്കുന്നത് അവരത്ര പവർഫുള്ളാണ് ആ തേർഡ് പാർട്ടി. ഡബിൾ വന്നിട്ടുണ്ട്. അവരെന്തൊക്കെയോ ബ്ലാക്ക് മാജിക്കോ എന്തോ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് നിങ്ങളെ സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ക്വീൻ ഓഫ് സോർഡ്സും വന്നിട്ടുണ്ട്. അവർക്ക് ഇമോഷണലി ഒന്നും ആരോടും ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല. അവരുടെ കാര്യം അവർക്ക് നേടണം, അതിനുവേണ്ടി മാത്രം അവർ എന്തും ഇങ്ങനത്തെ നെഗറ്റീവ് എനർജിയും ചെയ്യാൻ ഒരു മടിയില്ലാത്ത ഒരാളായിട്ട് കാണിക്കുന്നുണ്ട്. 9 of Swordsൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തി ഉറക്കമൊന്നുമില്ലാതെ ഭയന്നിരിക്കുന്ന ഒരു നിമിഷങ്ങളാണ്. കാരണം അത്രമാത്രം ആ തേർഡ് പാർട്ടി അവരെ ട്രാപ്പിലാക്കിയ പോലെ. അത് എന്താണ്, ഫിസിക്കൽ റിലേഷൻ മാത്രമേ ഉള്ളൂ ആ ഒരു ബന്ധത്തിലെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ട്രാപ്പിലാക്കിയേക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ അത്രമാത്രം പേടിക്കുന്നു, വിഷമിക്കുന്നു, ഉറക്കം പോലും ഇല്ലാതെ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സ്റ്റാർ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ആ പഴയ സ്റ്റാർ ഞാൻ വേറൊരു കാർഡ് വെച്ചൊന്ന് മാറി. കാരണം ഈ ഇതിനകത്ത് കുറച്ച് ഇങ്ങനത്തെ പിക്ചർ വരുമ്പോഴേ
അത് വീഡിയോസ് പോസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഇപ്പം യൂട്യൂബിൽ നിന്ന്. പോസ്റ്റ് ചെയ്ത് വെക്കുമല്ല, എന്തോ ഒരു ഇത് കാണിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഇതൊന്ന് വെച്ചേക്കുക. സ്റ്റാർ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ആ പഴയ ലൈഫ് തിരിച്ച് കിട്ടാൻ ആൾ ഒരുപാട് ആഗ്രഹിക്കുന്നു. ആളിനിപ്പോൾ ഓർക്കാൻ നിങ്ങളുമായിട്ടുള്ള ആ പഴയ നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ സന്തോഷമായിട്ട് ഓർക്കാൻ. അതിൽ മാത്രം സന്തോഷം കണ്ടെത്തിയ ആളിരിക്കുന്നതായിട്ടാണ്, നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുന്നതായിട്ടാണ് ഇപ്പോഴത്തെ എനർജിയുടെ കിട്ടിയിരിക്കുന്നത്. പഴയ ഇഷ്യൂസ് എല്ലാം മാറ്റി നിങ്ങളിലേക്ക് വരാൻ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുകയാണ് ആ വ്യക്തി. പേജ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇവർക്ക് ഇൻറ്റ്യൂഷനൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് തേർഡ് പാർട്ടി എന്തൊക്കെയോ ചെയ്തിട്ടാണ് നിങ്ങളുടെ റിലേഷനിൽ ഇപ്പോൾ ഈ ഇഷ്യൂസ് വന്നേക്കുന്നതെന്നും, പിന്നെ ആളിന് ഒരു തരത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിക്കാത്ത ആ തേർഡ് പാർട്ടിയുടെ എന്തൊക്കെയോ ബ്ലാക്ക് മാജിക്കിൻ്റെ ഒക്കെ ഒരു പവറാണ്. ആളിന് തന്നെ ഇൻറ്റ്യൂഷൻ തോന്നുന്നുണ്ട്. നല്ല സൈക്കിക് എബിലിറ്റി ഉള്ള ആളാണ് നിങ്ങളുടെ പേഴ്സൺ. പിന്നെ 2 ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ആ കൺഫ്യൂഷനിൽ നിൽക്കുന്നു. എന്താ തീരുമാനം എടുക്കേണ്ടതെന്ന് അറിയാതെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന എനർജിയാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഈ ഓഗസ്റ്റ് മന്തിൽ. കിങ് ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട്. ആൾ ആക്ഷൻ എടുക്കാൻ ആലോചിക്കുന്നുമുണ്ട്, പക്ഷേ തേർഡ് പാർട്ടി അതിനൊട്ടും അനുവദിക്കുന്നില്ല. അവരത്ര സ്ട്രോങ് ആണ്. ആക്ഷൻ എടുക്കണമെന്ന് നിങ്ങളുടെ പേഴ്സണ് നല്ല ആഗ്രഹമുണ്ട്. മറ്റുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ തേർഡ് പാർട്ടിയുടെ ഇതൊന്നും ആളിനെ ബാധിക്കാതെ ആളിനെ ആക്ഷൻ എടുത്ത് മുമ്പോട്ട് പോകണമെന്നുണ്ട്. പക്ഷേ ആൾ നല്ല നെഗറ്റീവായിട്ടെന്ന് വെച്ചാൽ ബ്ലാക്ക് മാജിക് ചെയ്തേക്കുന്നതുകൊണ്ട് ആളിനെ ഒരു കെട്ടിയിട്ട ഫീലിലിരിക്കുന്ന അതുകൊണ്ട് മാത്രമാണ് ആളിനെ എന്തുവാ ചെയ്യേണ്ടത്, എങ്ങനെ മുമ്പോട്ട് പോകേണ്ടത്, അങ്ങനത്തെ ഒന്നും ആളിന് കിട്ടുന്നില്ല. ഫുള്ള് ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്ന പോലെ. പക്ഷേ നിങ്ങളുടെ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ ആളിന് ഉള്ളിൽ. കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ടോ, നിങ്ങളെക്കുറിച്ച് ഭയങ്കര സ്നേഹത്തോടെ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. സ്റ്റാറും അത് തന്നെ. നിങ്ങളെ പഴയ ഓർമ്മകൾ മാത്രം, ആളുടെ ജീവിതത്തിൽ ഇപ്പം സന്തോഷം, അയാൾക്ക് ആ പേഴ്സണ് സന്തോഷം തോന്നുന്ന ഒരൊറ്റ കാര്യം നിങ്ങളുമായിട്ടുള്ള പഴയ നിമിഷങ്ങൾ ഓർത്ത് മാത്രം. അപ്പം എങ്ങനെ റീയൂണിയൻ ആവും, എങ്ങനെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൊരു എനർജിയിൽ ഇരിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ഈ ഓഗസ്റ്റ് മന്ത് ആളുടെ എനർജി ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും പേഴ്സണൽ റെഡി വേണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ വ്യക്തിയുടെ ഈ ഓഗസ്റ്റ് മന്ത് എനർജി ഇതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓഗസ്റ്റ് മന്തിൽ എനർജി ഇതായിരിക്കും. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.